പ്രശ്നം. വികാരം ഇങ്ങനെ ഇളകി വിടൂലേ, അപ്പൊ പിന്നെ ആകെ പ്രശ്നമാവൂലേ, രാജ്യത്ത് ആളിക്കത്തൂലേ, ദർഗയിലേക്ക് കൊണ്ടുപോകണ ആളെ തടഞ്ഞു എന്നൊക്കെ പറയില്ലേ. അപ്പൊ നല്ല സുഖമുള്ളൊരു മറയാണ് ഈ ദർഗകൾ. ഇവിടെ ഉണ്ടല്ലോ ഭയങ്കര കോയപ്പാടെ ചാറുണ്ടല്ലോ, നടക്കുന്നുണ്ടാവും. നിങ്ങളത് അന്വേഷിച്ച് നോക്കിയാൽ മതിയല്ലോ. എല്ലാ സ്ഥലങ്ങളിലും ഈ ദർഗകളുടെ ഒക്കെ ചുറ്റുവട്ടത്തായിട്ട് ആരുണ്ട്? പെണ്ണ് കച്ചവടം ഉണ്ടാവും, അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ ബിസിനസ്സും ഉണ്ടാവും. ഇത് ഞാൻ പറഞ്ഞിട്ട് ഇനി അധികമായി പോണ്ട. നമ്മളെ ജിഫിരിക്കോയുടെ ഒരു അനുഭവം ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മളെ സാക്ഷാൽ ജിഫിരിക്കോയ ഒരു മക്ബറയിൽ ചെന്നപ്പോൾ അയാൾ കണ്ട കാഴ്ച അയാളൊന്ന് പറയട്ടെ, എന്നിട്ട് ബാക്കി ഞാൻ പറയാം. അപ്പം നമ്മൾക്കൊരു ധാരണയുണ്ട്, വലിയ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു മുണ്ടോ അല്ലെങ്കിൽ പച്ചയോ പോച്ചുകൊണ്ട് വല്ല മസാറ് കൂടിയ പിന്നെ കീശയിൽ മുഴുവൻ കഞ്ചാവും വെച്ച് നടക്കണവനാണ്. അങ്ങനെ ഉണ്ടല്ലോ, പല മസാറുകളിൽ പോയി നോക്കിയാൽ പലരും കാണും. ഞാൻ ഒരിക്കലും പുളിക ഉറൂസിന് പോയപ്പോൾ ഉറൂസ് കഴിഞ്ഞപ്പോൾ എനിക്ക് യാത്ര ചെയ്യാൻ രാത്രിയാകുമ്പോൾ ഉറക്കം വയ്ക്കുന്നത് വലിയ വശം. ഞാൻ പറഞ്ഞു ഇവിടെ ഉറങ്ങണം എന്നാണ്. അപ്പോൾ അവരൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ടായി തന്നെ അവർ സൗകര്യം ചെയ്തു. അങ്ങനെ കുറച്ച് ഈ ഉറൂസിൻ്റെ അടുത്താണ് ദിക്റൊക്കെ നടക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മക്ബറയിൽ നടക്കണ കുറേ ഔലിയാക്കന്മാരുണ്ടല്ലോ, പച്ചയും ചോപ്പൊക്കെ ഇട്ട് തലയിൽ വലിയ കെട്ടൊക്കെ കെട്ടി അവർ രണ്ടാളുകൾ ഇങ്ങനെ വരിക. രണ്ടാളപ്പോൾ ഒരു പെണ്ണുണ്ട്. അങ്ങനെ വന്നിട്ട് ഇവരിതാക്കി തരാം. ഒരുത്ത അപ്പാത്തും കൊടുത്തു, ഒരുത്ത അപ്പാത്തും കൊടുത്തു, നടുക്ക് പെണ്ണും കൊടുത്തു. അപ്പം ഞാൻ അങ്ങനെ കുറേ ആലോചിച്ചു, ഇവരെങ്ങനെ ഇപ്പോൾ ഈ ഔലിയാക്കന്മാരൊപ്പം ഈ ഒരു പെണ്ണിനെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇവരോട് ഇങ്ങനൊന്ന് പോയി പറയാം അവരോട്, അങ്ങനെ ഒരു പെണ്ണും രണ്ടാളും കൂടി കെടുക്കാൻ പാടില്ല, ഇവരിത് എവിടുത്തേരാ എങ്ങനെയാണ് ഇവരെ മുന്നിലുള്ള ബന്ധം എന്നൊക്കെ ചോദിച്ചു. അപ്പം ഇവർ പറഞ്ഞത് എന്താണെന്നറിയോ? ഒന്നും ഉണ്ടാൻ പറ്റൂല തങ്ങളെ, അവർ വലിയൊരു ലോബിയാണെന്ന് പറയും, ഒന്നും ഉണ്ടാൻ പറ്റൂല ഇവരെന്ത്. അപ്പം ഞാൻ അവരെ ചെന്ന് കണ്ട് അവിടെ നിന്ന് ആട്ടി ഓടിച്ചു പറഞ്ഞയച്ചു. അപ്പം എന്നോട് പറഞ്ഞു ഇനിയിപ്പോൾ രാത്രി. ഞാൻ പറഞ്ഞു എനിക്കൊന്നും ഉണ്ടാവില്ല പറഞ്ഞു. അപ്പോൾ അവരെന്തെങ്കിലും ഉപദ്രവിക്കുമെന്നാണ് പിന്നെ പറയണത്. അപ്പം ഇങ്ങനെ പല മസാറിൽ കൂടിയും പല കള്ളന്മാർ അവരെ കേസ പരിശോധിച്ച് നോക്കിയാൽ കഞ്ചാവായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളതായ ഇവരൊക്കെ പിന്നിൽ കൂടുന്നതായ ഒരു സ്വഭാവം നമ്മളിൽ നിന്നുള്ള പലർക്കും ഞങ്ങൾക്കില്ല. അത് നിങ്ങളെ പരിപാടിയാണ്. ഇവരെയൊക്കെ പിന്നിൽ കൂടുന്നതായ സ്വഭാവം ചില ആൾക്കാർക്കുണ്ട്. പിന്നെ ഒരു പച്ച ഷാളും ഒരു കയ്യിൽ ഷാളും തലയിൽ ഒരുപാട് തലീക്കെട്ടും അതിൻ്റെ ഉള്ളിലൊരു ചുവന്ന തൊപ്പിയും പിന്നെ ഒരു ദസ്വി മാലിയും പിന്നെ അവരിങ്ങനെ വെച്ച് ഞാനിങ്ങനെ ചവച്ചിട്ട് ഇങ്ങനെ ചണ്ടിയായിട്ട് ഇങ്ങനെ ഇറങ്ങലും താടി ഇങ്ങനെ നീട്ടി വളർത്തലും അങ്ങനെ ഈങ്ങി മുഷിഞ്ഞ ഡ്രസ്സും ഇതൊക്കെയാണ് കാണുമ്പോൾ ഔലിയാന്ന് പറഞ്ഞിട്ട് കമഴ്ന്ന് കിടക്കണ സ്വഭാവം ചിലർക്ക് ഉണ്ട് എന്നാണല്ലോ മുമ്പരാ പറയണത്. ഇവരൊക്കെ പോക്കറ്റ് തപ്പിയൊക്കെ ഗഞ്ച കിട്ടുമെന്ന്. മാത്രമല്ല ഇവരൊക്കെ പെണ്ണുങ്ങളെയും കൊണ്ടാണ് നടക്കുന്നത്. മസാറിൽ പോയ കഥ മൂപ്പര് പറയണത് കേരളത്തിൻ്റെ പുറത്തെ കഥയല്ല, പുളിങ്ങോം മക്കാമിൽ പോയ കഥ പറയണത്. കണ്ണൂർ ജില്ലയിലാ പുളിങ്ങോം മക്കാമിൽ പോയപ്പോൾ കണ്ട കാഴ്ചയാണ്. രണ്ടാണും രണ്ട് ഔലിയാക്കന്മാരെ നടുക്കൊരു പെണ്ണിനെ കൊടുന്ന് കിടത്തിക്കുന്നത്. അതെങ്ങനെ ഇപ്പോൾ ശരിയാകാന്ന് മൂപ്പര് ചിന്തിച്ചിട്ട് ആട്ടിപ്പായിച്ചു. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു തങ്ങളെ അങ്ങനെ നിങ്ങൾ പറയേണ്ട, അതൊക്കെ ഒരു ലോബിയാണ്. കണ്ടോ, ഇതന്നെ പ്രശ്നേ. നിങ്ങളിപ്പോൾ ഭയങ്കര കുഴപ്പാടെ ചാർത്തിപ്പോയി ഇങ്ങാണ്ട് എന്തെങ്കിലും അരുതാത്തത് കണ്ടോ എന്ന് പറഞ്ഞു നോക്കിയാൽ ലോബിയാണ്. ഗുണ്ടകളുണ്ടാവും, ഗുണ്ടകളെ തീറ്റിപ്പോറ്റിട്ടുണ്ടാവും എല്ലാ ദർഗകളിലും. ഈ ദർഗകളിലൊക്കെ പിന്നിൽ മയക്കുമരുന്നും പെണ്ണും കഞ്ചാവും കച്ചവടമാണ്. ഇതുവരുടെ ഔലിയാക്കളുടെ പരിപാടിയാണ്. ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക? നിങ്ങളുടെ പ്രസിഡന്റാ പറഞ്ഞത്. ഈ പ്രസിഡന്റിനേക്കാണ് വലിയ സാക്ഷി നിങ്ങൾക്ക് വേണോ? ഇപ്പം അയാൾ ഇറങ്ങിപ്പോണൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറ്റൂലെങ്കിലും അയാളെ പോലൊരു സാക്ഷി നിങ്ങൾക്ക് ഇനി ഏതാ? മുത്തല്ലേ മൂപ്പര്, ജിഫിരിക്കോയ മുത്തല്ലേ, മുത്തായ സാക്ഷിയല്ലേ ഈ പറയുന്നത്? തീർന്നില്ല. പള്ളിന്റെ മുമ്പിൽ ആ കഞ്ചാവ് കച്ചവടം. ദീർഘന്റെ മുമ്പിൽ മാത്രമല്ല, പള്ളിന്റെ മുമ്പിൽ കഞ്ചാവ് കച്ചവടം. എതിർത്തോന് കിട്ടിയ ശിക്ഷ നിങ്ങൾ കേട്ടോളീൻ. അത് വേറൊരു മൂല്യര് പറയണമെന്ന് കേട്ടോളീൻ. സമസ്തന്റെ വലിയ മൂല്യരാണ് അയാളും. അതൊന്ന് കേൾക്കുക. ഇപ്പൊ ഖസാലി ഇമാമിന്റെ കഥ ഞാൻ പറഞ്ഞില്ല അന്ന്. ആടെ പോയിട്ട് എത്തുമ്പോ കള്ള് ഷാപ്പിലുണ്ട് എന്ന്. ആര്? അഹമ്മദുൽ ഖസാലി തങ്ങള്. അത് നമ്മക്ക് കാണുന്നത് കള്ള് പോലെ, കള്ളല്ലാതെ. ഒരു മിനിറ്റ് അവിടെ കട്ടെ. ഇമാം ഖസാലി കള്ള് ഷാപ്പിൽ കൂടുന്നുണ്ട്, കള്ളുടിക്കാണ്. പറയാണ് നമ്മൾ ഒന്നും കുറ്റം പറയണ്ട. നമ്മളെ കാഴ്ചയിൽ കള്ളാണ്, അത് നമ്മളെ കാഴ്ചയിലാണ് കള്ള്, ഓരോരുത്തർ കള്ളല്ല. പിന്നെയോ അതിങ്ങനെ ബോട്ടിലാണ് പൊട്ടിച്ചൊരു തൊള്ളയിൽ കൊണ്ടൊഴിക്കുമ്പോൾക്ക് അത് കള്ളിനെ അല്ലാഹു തആല ശുദ്ധമായ തേനാക്കി മാറ്റാണ്. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നാണ് ഇവരുടെ കിതാബിൽ എഴുതി വെച്ചിട്ടുള്ളത്. തീർന്നില്ല. അങ്ങനെ അടുത്ത കഥ കേട്ടോളിൻ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹാഫിദ് ബിൻ ഹജറുൽ അസ്ഖലാനി അല്ലാതെ സിറാജുദ്ദീൻ അൽ ബുൽഖൈനി തങ്ങളാന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അവര് വലിയ മഹാന്മാരായ പണ്ഡിതന്മാരാണ്. അവർ പള്ളിയിലിരിക്കുമ്പോ പുറത്തുനിന്ന് ഒരാൾ കഞ്ചാവ് വിൽക്കുന്നുണ്ട്. കഞ്ചാവ് വിൽക്കുന്ന ആളാണെന്ന് ആട്ടി ഓടിക്കടാന്ന് പറഞ്ഞ് അങ്ങനെ വരുമ്പോ പള്ളിക്ക് വരുമ്പോ കണ്ടപ്പോ അയാൾ ശകാരിച്ച് പറഞ്ഞ് ഇവിടെ നിൽക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞ് പള്ളിക്ക് വന്നു. ആര് ഒന്നിരിക്കലോ ഈ രണ്ട് ഇമാമിങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരാൾ, എനിക്ക് ശരിക്കും ഉറപ്പില്ല. ഹലോ സാർ, ഉറപ്പില്ല. വന്നിട്ട് നിസ്കാരത്തിന് ഇക്കാമത്ത് വിളിച്ചിട്ട് ഇമാമത്തിന് നിന്നിട്ട് കൈ കെട്ടിട്ട് ഫാത്തി ഓതുമ്പോ ഫാത്തി അറിയില്ല. ഫാത്തി ഓതുമ്പോ ഖുർആന്റെ ഖുർആൻ ഹാഫിളാണ് അവർ, ഒരൊറ്റ ആയത്ത് ഓർമ്മയില്ല.
കൈ കെട്ടിട്ട് നോക്കുമ്പോൾ അല്ല എന്തായിപ്പോ ഇത് ഇയാളെ പറഞ്ഞതിന് വന്നതപ്പ എന്നെല്ലാം പറഞ്ഞ് ചുരുക്കി പറഞ്ഞിട്ട് പോയിട്ട് ആടെ പോയിട്ട് മാപ്പ് ചോദിച്ചു മൂപ്പറോട്. അപ്പോൾ മൂപ്പർ പറഞ്ഞെന്താണ്, ഞാൻ കഞ്ചാവ് എന്ന് പേരിട്ടത് കൊണ്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കി? എന്റെ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ നിസ്കാരം ഇല്ലാത്തവൻ അത് വലിച്ചെങ്കോ നിസ്കരിക്കാൻ തുടങ്ങും. സൂപ്പർ. കള്ളു കുടിക്കുന്നവൻ അത് വലിച്ചാല് കള്ളുകൂടി മതിയാക്കും. അങ്ങനത്തെ കഞ്ചാവാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കേട്ടില്ലേ? എന്താ പള്ളിന്റെ മുമ്പിൽ നിന്ന് ഒരാൾ കഞ്ചാവ് വെക്കണേ? കഞ്ചാവ് വെക്കുമ്പോ ഹാഫിള് ഇബ്നു ഹജർ അൽ അസ്ഖലാനിയോ ഇമാം ബുൽഖൈനിയോ ആരാന്ന് മൂപ്പർക്ക് ശരിക്കും ഓർമ്മല്ല. രണ്ടായാലും വലിയ ആൾക്കാരാണ്. ഫതുഹുൽ ബാരിയുടെ ഗ്രന്ഥകർത്താവാണ് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ. ബുഖാരിക്ക് ശറഹ് എഴുതിയ മഹാപണ്ഡിതനാണ്, ഹാഫിളാണ്, ഖുർആൻ മുഴുവനും മനപ്പാടുള്ള ആളാണ്. പള്ളിയിൽ ഇമാമത്ത് നിൽക്കാൻ പോകുമ്പോൾ പള്ളിന്റെ ചെരുവില് പള്ളിന്റെ മുറ്റത്തൊരുത്തം ഗഞ്ച വെക്കണ്. പോടാ അവിടെ നിന്ന് പറഞ്ഞു പള്ളിന്റെ മുമ്പിൽ ഗഞ്ചാവ് വെക്കേന്ന് ചോദിച്ചു. അയാളെ പറഞ്ഞയച്ചു. മൂപ്പര് പള്ളിയിൽ പോയിട്ട് അല്ലാഹു അക്ബർ എന്ന് കൈയ്യട്ടി. ഫാത്തിഹ കിട്ടണില്ല. ഹാഫിള് ഖുർആൻ മുഴുവൻ മനപ്പാടുള്ള പിന്നെ ഇബ്നു ഹജർ തങ്ങൾക്ക് ഫാത്തിഹ കിട്ടണില്ല എന്ന് മറന്നുപോയി. അവസാനം മൂപ്പര് ബേജാറായി. ഇത് അയാളോട് പറഞ്ഞ കുരുത്തക്കടായിരിക്കും. നിസ്കാരൊക്കെ സലാം വീട്ടി കഴിഞ്ഞ് ഇയാൾ വേഗം പോയിട്ട് എന്ത് ചെയ്തു? മാഫാക്കണം മാഫാക്കണം, അറിയാതെ പറഞ്ഞു പോയതാണ്, നിങ്ങൾ വിറ്റോളി വിറ്റോളി വിറ്റോളി. അപ്പൊ പറയണ എന്താ മനസ്സിലാക്കിയത്? ഇന്റെ ഗഞ്ചാന്ന് പറഞ്ഞ സാധാ നിങ്ങളെ സാധാ ഗഞ്ചൊന്നുമല്ല. ഇതടോ ഇത് സാധാ ഗഞ്ചൊന്നുമല്ല. പിന്നെ ഏതാണ്? എന്റെ ഗഞ്ച വലിച്ചാൽ നിസ്കരിക്കാത്തോ നിസ്കാരം തുടങ്ങും, കള്ളുടിക്കണോ കള്ളുടി നിർത്തും. നല്ല ഗഞ്ചല്ലേ മൂല്യന്മാരെ, നിങ്ങളെ പോക്കറ്റിലെ ഗഞ്ച. ഇതാണോ നിങ്ങളെ ദർഗ? ഇതാണോ നിങ്ങളെ പള്ളി? ഇതാണോ നിങ്ങളെ മക്കാമ്? തീർന്നില്ല. നമ്മളിവിടെ അടുത്ത് വരുന്ന അഹ്സനുണ്ടല്ലോ ഖ്വാജ, മൂപ്പരൊന്ന് പറയട്ടെ. ഷെയ്ഖിന്റെ അടുക്കല് മൂപ്പരിക്കൊരു ഷെയ്ഖുണ്ട്. അതാരാ? അതൊരു ഷെയ്ഖുണ്ട്, ഒരു കുരുവട്ടൂര് ഒരു ഹാഫിളുണ്ട്. കുരുവട്ടൂര് ഹാഫിള് മൂപ്പരാണ് ഇപ്പൊ കാണാൻ വലിയ ഇപ്പൊ ലോകത്തിന്റെ അപ്പോഴത്തെ ഒരു കൺട്രോളറാണ് മൂപ്പര്, മുദബ്ബിറുൽ. അപ്പൊ മൂപ്പരൊക്കെ ഷെയ്ഖ് അടക്കമുള്ള എല്ലാ ഷെയ്ഖുമാരുടെ അവസ്ഥ എന്താ? അവരൊക്കെ മജ്ലിസിലെ ആണും പെണ്ണും ഒക്കെ ഇനി വന്ന് മൂപ്പർക്ക് തോന്നിയോലെ അടുത്തിരുത്തും, മൂപ്പർക്ക് തോന്നിയോരൊക്കെ കണ്ട് ഹിദ്മത്ത് ചെയ്യിപ്പിക്കും. അതൊന്നും കണ്ടിട്ട് നമ്മൾ കുറ്റം പറയാൻ പാടില്ലാന്ന്. ഔലിയാക്കന്മാര് ഷെയ്ഖന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്താണ്? അവർക്കെന്ത് പെണ്ണ്? അവർക്കൊക്കെ ഒരാണും പെണ്ണും കല്ലുമ്മൽക്ക് നോക്കണതും ഒരു കല്ലുമ്മ തൊടുന്നതും ഒരു മൃഗത്തെ നോക്കണതും ഒരു മൃഗത്തെ തൊടുന്നതും ഒക്കെ പോലെയുള്ള ഒരു പെണ്ണിനെ തൊടുന്നത്. മാത്രമല്ല ഒരിക്കൽ വേണമെങ്കിൽ പെണ്ണിനെ ആണാക്കാൻ പറ്റും, ആണിനെ പെണ്ണാക്കാൻ പറ്റും. എന്തിനേറെ ആകാശത്തെ ഭൂമിയാക്കാനും ഭൂമിയെ ആകാശാക്കാനും പറ്റുന്നേ. എന്തൊക്കെയാ നമ്മൾ അഹ്സൻ ഇവിടുന്ന് ബടായി. കേട്ടോളി നിങ്ങൾ, അതൊന്ന് കേൾക്കുന്നു. മശായിഖന്മാർക്ക് എന്ത് ആണും പെണ്ണും? മശായിഖന്മാരെ സംബന്ധിച്ചിടത്തോളം ആണ് പെണ്ണ് മൃഗം കല്ല് ഇതൊക്കെ സമമല്ലേ? ഇതുകൂടി മനസ്സിലാക്കാതെ ഹദറത്തിലെത്തിയാൽ പിന്നെ എങ്ങനെയാവും ഇവർക്ക്? അതാണ് മഹാനായ മടവൂർ ശൈഖുനയുടെ മൗലിദിൽ നമ്മൾ പറയാറില്ലേ, ലാ ഫർഖ ഇൻദ ഹദറത്തിഹി ബൈന റിജാലി വൻ നിസാ. അവിടെ എത്തിയാൽ പിന്നെ ആണ് പെണ്ണ് എന്ന തരം തിരിക്കലൊന്നുമില്ല. അവിടെ എല്ലാവർക്കും വരാം. ശൈഖ് അവർക്ക് ഇഷ്ടമുള്ളവരെ അടുത്തിരുത്തും. അതാണാകാം, പെണ്ണാകാം, അവർക്ക് ഇഷ്ടമുള്ളവരെ ഖിദ്മത്തിലാക്കും. അതൊക്കെ അവരുടെ അധികാരത്തിൽപ്പെട്ടതാണ്. അവരെന്തുമാക്കും? അവരെ ശരീരത്തെ തന്നെ എന്തുമാക്കും? ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും കഴിയുന്നവരല്ലേ അവർ. എന്തിന്? ആകാശം വേണമെങ്കിൽ ഭൂമിയാക്കാനും ഭൂമി ആകാശമാക്കാനും അധികാരമുള്ളവരാണ് അവർ. നമ്മളെ ഈ താഴ്ന്ന ചിന്തയിൽ അവരെ കാണാൻ പറ്റും. അവരെ സംബന്ധിച്ചിടത്തോളം നീയും നിന്റെ ഭാര്യയും മക്കളും ഒക്കെയും അവർക്ക് സമമാണ്. അവരെ കൂടെ റൂമിൽ ഒരു പെണ്ണ് വന്നാൽ, ഒരു പൂച്ച വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെ കണ്ടാൽ മതി. കണ്ടില്ലങ്ങൾ എന്തൊക്കെയാണ് ഈ ചെങ്ങായി പറയുന്നത്? എന്ത് ഇബ്ലീസിന്റെ ഭർത്താനായി പറയുന്നത്? ഓല കൂടെ ഔലിയുടെ കൂടെ ഒരു പെണ്ണിനെ കണ്ടാൽ നമ്മളൊരു പൂച്ചനായിട്ട് നടക്കണമായിരുന്നല്ലേ കണ്ട പോരേന്ന്. എൻ്റെ ഭാര്യ ഇജു എൻ്റെ പെൺകുട്ടികളൊക്കെ അയാൾക്ക് സമാണ്. എൻ്റെ പെൺകുട്ടിനെ ഒന്ന് ഇവിടെ നിർത്തണം എന്ന് പറഞ്ഞാൽ നിർത്തി കൊടുക്കണം. എൻ്റെ ഭാര്യ ഒന്ന് എൻ്റെ കൂടെ കടന്നോട്ടെ എന്ന് പറഞ്ഞാൽ കടന്നു കൊടുക്കണം. മൂപ്പര് രാത്രിയാവുമ്പോൾ അത് ഒഴിഞ്ഞ് ശരിയാക്കിയിട്ട് ആണിനെ പെണ്ണിനെ കാണാക്കും മൂപ്പരേ. അതൊന്നൊരു വിഷയമല്ലേ. അങ്ങനെയൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ടാന്ന്. എന്താടോ അഹ്സനി, എന്താടോ നിന്റെ ദീന്, ഏതാടോ നിന്റെ മതം? നിങ്ങൾ ആ സലഫിക്ക് മറുപടി പറയണത് നോട്ട് ചെയ്ത് മറുപടി പറ മറുപടി. എന്നിട്ട് അതൊക്കെ ശരിയാണ് എന്നാണോ നിങ്ങൾ പറയണത്? എന്നാ പിറ്റേന്ന് അലവി സഖാഫി വന്നിട്ട് അതിന്റെ വിധിയും പറ. രണ്ടും നിങ്ങൾ ഒപ്പത്തിനൊപ്പുണ്ടല്ലോ ഇവിടെ. വളരെ ക്ലിയർ ആയിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്, ബഹു ജോറായിട്ടുണ്ട്. ബലേ ഭേഷ്, വളരെ സ്വാഗതം. ഓരോന്നോരോന്ന് നോട്ട് ചെയ്ത് പറയണം. അല്ലാതെ ചപ്പടാച്ചി അതും ഇതും മുറിയങ്കളിപ്പൊന്നും ആയിട്ട് ഇവിടെ മറുപടി പറയരുത്. മറ പിടിയാവരുത്, മറുപടിയായിരിക്കണം. കാത്തിരിക്കുന്നുണ്ട് ഞങ്ങള് കേട്ടോ. തീർന്നില്ല. അങ്ങനെ ഓരോരുത്തർക്ക് എന്തു സമാണ്. അതുകൊണ്ട് ഇപ്പൊ ഷെയ്ഖ് ഒരു പെണ്ണിന്റെ മേലെ കെട്ടിപ്പിടിച്ചു, ഒന്ന് തൊട്ടു കഴിഞ്ഞു. അക്കെ ഒരു കല്ലുമ്മ തൊടുന്ന മാതിരിയുള്ള അവർക്ക് അതൊക്കെ ഇപ്പോൾ ഒരു പെണ്ണിനെ തൊട്ട് നിങ്ങളെ മകളെ നിങ്ങളെ ഭാര്യനൊക്കെ ഒന്നും ഇപ്പോൾ തൊട്ടു ചുംബിച്ചു. അവർ കല്ലുമ്മ പോലെ ഒന്നും മുത്തിയപ്പോൾ എന്താ? അത്ര ഒരു പോത്തിനെ ചുംബിച്ചാൽ അത്രേ ഉള്ളൂ. അവർക്കൊന്നും വേറെ ഒരു ചിന്തയും
നിങ്ങൾ ഈ കാണുന്ന കണ്ണുകൊണ്ട്, താഴ്ന്ന കണ്ണുകൊണ്ട് കാണല്ലടോ. ഇതാണ് ഇവർ പറയണത്. ഏത് ഇസ്ലാമാണോ നിങ്ങൾ ഇസ്ലാം? ഇതൊക്കെ ഇല്ലെങ്കിൽ ഇല്ല നിങ്ങൾ പറ. നിങ്ങളെ തൊള്ളേണ്ട് പറഞ്ഞതല്ലേ ഇത്, ഞാൻ എവിടുന്ന് വായിക്കൊന്നുമല്ലല്ലോ. അതല്ലേ പറയണത്. കൃത്യമായിട്ട് ഇവിടെ കൂടി ആയിരങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞു. ഇനി പറ, നിന്റെ സലഫിക്ക് മറുപടിയിൽ ഉൾക്കൊള്ളിക്ക് ഇതിനൊക്കെ. അതിൻ്റെ വിധി അപ്പുറത്താളും പറയട്ടെ. തീർന്നില്ല, വരുന്നുണ്ട്, അടുത്ത ഇനിയും വരുന്നുണ്ട്. നമ്മളെ വേങ്ങരയിൽക്കൊന്ന് വരിക. അവസാനിപ്പിക്കുമ്പോൾ വേങ്ങര ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു മോശാവില്ലേ. നമ്മളെ വേങ്ങര കോയപ്പാപ്പ ഒരു സാധു മനുഷ്യൻ, പിരാന്തം കുഞ്ഞായ്മതു എന്നാണ് ഇത്ര ഈ നാട്ടുകാരൊക്കെ വിളിച്ചിരുന്നത്. ഞാൻ ഇന്നെ പറയണ്ട. അതുവരെ ഇറക്കിയിട്ടുള്ള CD-കളിൽ മുഴുവനും ഉണ്ട്. ഓരോ വ്ളോഗർമാർ വന്നിട്ട് ഇവിടെ വേങ്ങര കോയപ്പാപ്പാടെ വ്ളോഗർക്കലുണ്ട്. അതിലൊക്കെ പറയുന്നുണ്ട് പിരാന്തം കുഞ്ഞായ്മ എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ആരെ കണ്ടാലും മൂപ്പര് ചോദിക്കുത്രേ, ഒരു ചായക്ക് കായ് കൊണ്ട കോയ, ചായക്ക് കായ് കൊണ്ട കോയ എന്ന് ചോദിക്കും. അങ്ങനെ മൂപ്പര് കോയ ഏതാണ്, അങ്ങനെ അവസാനം വേങ്ങര കോയപ്പാപ്പ ഏതാണ്, പിരാന്തം കുഞ്ഞായ്മ കോയപ്പാപ്പ അങ്ങനെയാണ്. അതിനൊക്കെ നിങ്ങളുടെ CD-യിലുണ്ട്. ഇല്ലെങ്കിൽ പറ, ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഓരോ ക്ലിപ്പുകളും ഇങ്ങനെ കാണിക്കാൻ സമയം പിടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചിലതൊക്കെ ഞാൻ പറഞ്ഞു ഒഴിവാക്കുകയാണ്. പക്ഷേ ഇവരൊക്കെ നിങ്ങൾ കറാമത്തായിട്ട് പറയണത് എന്താ? മനുഷ്യന്മാരുടെ ഇടയിൽ പറയാൻ പറ്റിയ കറാമത്ത. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വൃത്തിയല്ലടോ. നലാഫത്തു, വൃത്തി എന്ന് പറയുന്നത്, ശുദ്ധി എന്ന് പറയുന്നത് ഈമാനിൻ്റെ ഭാഗമല്ലടോ. അത് ഔലിയാക്കന്മാർക്ക് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് വലിയ കറാമത്തായിട്ട്. ഒരു കറാമത്ത് എന്താ? വേങ്ങര കോയപ്പാപ്പാക്ക് കുളിച്ചിട്ടേ ഇല്ല, പക്ഷെ എന്നിട്ടും ഒരു നാറ്റം ഇല്ല എന്നാണ്. വല്ലാത്ത കറാമത്താണ്. അതൊന്ന് കേട്ടോളി. കോയപ്പാപ്പ കുളിക്കുന്നതായി ആരും കണ്ടിരുന്നില്ല. പക്ഷെ മഹാന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ അഴുക്കോ വാസനയോ ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ചിലർ മഹാനെ ഒന്ന് കുളിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങകലെ ഒരു തോട്ടിൽ കൊണ്ടുപോയി മുക്കാനായിരുന്നു തീരുമാനം. അവർ വളരെ ആദരപൂർവ്വം ഉപ്പാപ്പയെ വിളിച്ചു. മഹാനവറുകൾ അവരുടെ കൂടെ പോവുകയും ചെയ്തു. മഹാൻ മുന്നിലും കൂടെയുള്ളവർ പിന്നിലും. കുറെയങ്ങ് നടന്നു തോടിന്റെ അടുത്തെത്താറായി. മഹാനവറുകൾ അവിടെ നിന്നു. ഇനി നിങ്ങൾ നടന്നോളൂ, ഞാൻ പിന്നിൽ നടക്കാം എന്നും പറഞ്ഞ് മഹാനവറുകൾ പിന്നോട്ട് നടന്നു. നിങ്ങളുടെ ഈ പണി നടക്കാൻ പോകുന്നില്ല കേട്ടോ. പണി ഒപ്പിച്ചവർ അമ്പരന്നുപോയി. കണ്ടോ, പണി ഒപ്പിച്ചു. കുളിപ്പിക്കാൻ ശ്രമിച്ചിട്ടും കൂടി വേങ്ങരക്കാർ പരാജയപ്പെട്ട് കേടുന്ന പറയുന്നത്. ഒരിക്കലൊന്ന് വലിച്ചു കൊണ്ടുപോയി കുളിപ്പിക്കാൻ വേണ്ടി രാമൊക്കെ പറഞ്ഞു പോയി. വെള്ളത്തിൻ്റെ അടുത്ത് കണ്ടെത്തിയപ്പോൾ ആട് വെള്ളം കണ്ട മാതിരി ഇങ്ങോട്ട് തിരിഞ്ഞോടി. അതുകൊണ്ട് എന്നെ പറ്റിക്കാൻ നടക്കൂലട്ടോ എന്ന് പറഞ്ഞു മൂപ്പര് പോകുന്നത്. അടുത്തത് പറയുന്നത് എന്താ? മൂപ്പര് മഴ പെയ്യിപ്പിച്ചൊരു കഥയാണ്. മഴയില്ലാന്ന് വേങ്ങരക്കാർ പോയിട്ട് വല്ലാത്ത കംപ്ലൈൻറ്റ് പറഞ്ഞു. എന്താ ഉണ്ടായത് എന്ന് പലരും കേട്ടിട്ടുണ്ടാവും. കേൾക്കാത്തവരും ഇതാണ് കേട്ടാൽ മതി. ഒരു മുസ്ലിയാർ പ്രസംഗിക്കുകയാണ്. മറ്റൊരിക്കൽ കടുത്ത വരൾച്ച, എവിടെയും വെള്ളത്തിന് ക്ഷാമം. വേങ്ങര നിവാസികളായ ഏതാനും ആളുകൾ തങ്ങളെ സമീപത്തെത്തി കാര്യം ധരിപ്പിച്ചു. ഓ, മഴ ഇല്ല അല്ലേ എന്നു പറഞ്ഞ് മഹാനവറുകൾ ഉടുതുണി പൊക്കി അങ്ങ് മൂത്രമൊഴിച്ചു. ഇനി നിങ്ങൾ പോയിക്കോളൂ, മഴ ഉടൻ ഉണ്ടാകും. ആശ്ചര്യം, അതാ വരുന്നു തകർപ്പൻ മഴ. മുണ്ട് പൊക്കി നിന്ന് മൂത്രമൊഴിച്ച സംഭവം മറ്റു പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കടലുകൾ മഴ ഇല്ല എന്ന് വേങ്ങരക്കാർ പോയിട്ട് പറഞ്ഞു. അള്ളാഹിൻ്റെ റസൂലിനോട് മഹാത്മാക്കളോടൊക്കെ മഴ ഇല്ല എന്ന് പറഞ്ഞാൽ അവർ കൈകൾ ഉയർത്തിയിട്ട് അള്ളാഹിനോട് നിന്നാണ് ദുആ ചെയ്യും. വേങ്ങര കോയപ്പാപ്പാനോട് പറഞ്ഞു മഴയില്ല. മഴയല്ലേ, എന്നാൽ പിന്നെതാ ഞാൻ മുണ്ടാണ് പൊക്കി. മൂപ്പര് നിന്നിട്ട് മൂത്രം ഒഴിച്ചു. അതാ വരുന്നു തകർപ്പൻ മഴ. മൂത്രമൊഴിച്ചപ്പോഴേക്ക് തകർപ്പൻ മഴ. മൂപ്പര് രണ്ടാമത്തെ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ആലിപ്പഴം വീകുമായിരുന്നു. എന്താണ് പാകക്കൂടി എന്താ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ഒരു പിടുത്തമല്ല. ഈ ഒരു രൂപത്തിലേക്കാണ് കഥകൾ ഇങ്ങനെ സമൂഹത്തിൽ കൊണ്ടുപോകുന്നത്. ഏരപ്പത്തരം കറാമത്തായിട്ട് വിളിച്ചു പറയുക എന്നുള്ളതല്ലാതെ ഈ മുസ്ലിയാക്കന്മാർക്കൊരു പണിയില്ല. ഇനി വേറൊന്ന് കേട്ടോളിന്. അടുത്തതെന്താ? അടുത്തത് വേങ്ങരയിൽ കോയപ്പാപ്പ വേങ്ങരെന്ന് കഅബ തവാഫ് ചെയ്തു എന്നുള്ളതാണ്. അതാണ് അടുത്ത കറാമത്ത്. അതൊന്ന് വരട്ടെ. വേങ്ങര ടൗണിൽ ഒരു ദിവസം ഇങ്ങനെ കറങ്ങുകയാണ്, വട്ടം കറങ്ങുകയാണ്. ആ വട്ടം കറങ്ങുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട മടവൂർ CM അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് തങ്ങള് വേങ്ങരയിലേക്ക് വരുന്നത്. ആളുകളൊക്കെ പറഞ്ഞു, കോയപ്പാപ്പ വേങ്ങര അങ്ങാടിയിലൂടെ കറങ്ങുകയാണ്, വട്ടം കറങ്ങുകയാണ്. അത് കണ്ടപ്പോൾ CM വലിയുള്ള പറഞ്ഞു, അത് വേങ്ങര അങ്ങാടിയിലല്ല, കോയപ്പാപ്പ ഇപ്പോൾ മക്കയിൽ തവാഫ് ചെയ്യുകയാണ്, കഅബം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി മഹാനവറുകൾ പറഞ്ഞു. അപ്പൊ നോക്കണം നിങ്ങള്, വേങ്ങരയിൽ മൂപ്പര് സാധു, തലക്ക് സുഖമില്ലല്ലോ. അപ്പൊ മൂപ്പരിങ്ങനെ വട്ടം കറങ്ങാണ് വേങ്ങര അങ്ങാടി കൂടി. അപ്പൊ CM കാണാൻ വന്നു മടവൂരേ. അപ്പൊ പടച്ചോനാണല്ലോ,
മൂപ്പരോട് വന്ന് കാണാൻ വന്നിട്ട് നോക്കുമ്പോൾ ആൾക്കാർ പറയും മൂപ്പരെന്താ അങ്ങാടിയിൽ ഇങ്ങനെ കറങ്ങണ് പറ. അത് ഭയങ്കര അങ്ങാടിയല്ല നിങ്ങൾക്ക് തോന്നുകയാണ്, എൻ്റെ കണ്ണെപ്പോഴും മറ്റോടത്തല്ലേ. അപ്പം ഞാനിപ്പോൾ കാണും മൂപ്പരത് എന്ത് ചെയ്യാണ്, കഅബ തവാഫ് ചെയ്യാണ്. എന്ത് ഭയങ്കര കുഴപ്പം. അപ്പോൾ ഇവിടെ വട്ടം കറങ്ങുമ്പോൾ മൂപ്പര് കഅബ തവാഫ് ചെയ്യാണ്. ഇതൊക്കെയല്ലേ നിങ്ങളുടെ ഈ പാവം മനുഷ്യന്മാർ ഭ്രാന്തായിട്ട് നടക്കാൻ സമ്മതിക്കൂല വെച്ചാൽ. അങ്ങനെയുള്ള ആളുകൾ ഈങ്ങി മുഷിഞ്ഞ ഡ്രസ്സും ഒക്കെ ആയിട്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾ. ഇനി മമ്പർത്ത തങ്ങൾ എന്നൊക്കെ പറ്റുമോ? ഇവിടെ വരുന്ന സഖാഫി ഒന്ന് മറുപടി പറയണം. എന്താ അറിയോ, മമ്പർത്ത തങ്ങൾ മുട്ടുമിഴിയുടെ ആളാ. മമ്പർത്ത തങ്ങൾ മാത്രല്ല, അവിടുന്ന് മമ്പറത്ത് ഈ കളിയാട്ടുമുക്കിലൊക്കെ അവിടെ പൂരം നടക്കുമ്പോൾ ഈ മമ്പറ ജാറത്തിലേക്ക് കളിയാട്ടുമുക്കെന്നുള്ള പൂരത്തിൻ്റെ മുട്ടും വിളിയൊക്കെ അവിടെയാണ് ആദ്യം വരിക. അതൊക്കെ നമ്മൾ നാദാപുരത്തൊക്കെ കാണിച്ച ഒരുപാട് ക്ലിപ്പുകളുണ്ട്. ജാറങ്ങളിൽ ബാൻഡ് മേളം, അതുപോലെ തന്നെ കരിമരുന്ന്, ചെണ്ടമുട്ട് പോലെയുള്ള എല്ലാ തോന്നിയാസങ്ങളും ഇവർ നടത്തുന്നുണ്ട്. അപ്പോൾ മമ്പർത്ത തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ മൂപ്പരുടെ അവിടെ മുട്ടുംവിളിയേണ്ടി എന്നാലേ മൂപ്പര് കൊടി കൊടുത്തിരുന്നുള്ളൂ എന്നാണ്. അതായത് മഴ പെയ്യാൻ വേണ്ടി കൊടി കൊടുക്കുന്നൊരു ചടങ്ങുണ്ടായിരുന്നു അത്രേ പണ്ട്. അത് കിട്ടണമെങ്കിൽ മുട്ടും വിളിയുമായിട്ട് ചെന്നാലേ കൊടുത്തിരുന്നുള്ളൂ. അതിപ്പോൾ ഒരു സഖാഫിമാർ അംഗീകരിക്കോ? നമ്മൾ നേർച്ചയിലെ ഈ കൊട്ടും വിളി മുട്ടും വിളിയൊക്കെ പറഞ്ഞാൽ അലവി സഖാഫി അടക്കമുള്ള എല്ലാവരും ഇങ്ങനെ പറയും, അതൊക്കെ ഞങ്ങളുടെ പേരിൽ ഞങ്ങളൊക്കെ പണ്ടേ എതിർത്തതാണ്, ഞങ്ങൾ അതിനൊക്കെ എതിരാണ്, മുജാഹിദുകൾ പച്ചക്കള്ളം ഞങ്ങളുടെ പേരില്ലാത്തത് പറയാൻ വരട്ടെ. കാരണം നിങ്ങളുടെ ശാലിയാത്തി ഇല്ലേ, കോഴിക്കോട് ശാലിയാത്തി എന്ന് പറയുന്നൊരു തെന്നിന്ത്യൻ മുഫ്തിയാണ്. 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ മാത്രം ഇൽമുള്ള ഹോജയാണ് നിങ്ങളുടെ ഭാഷയിൽ. ആ ശാലിയാത്തി പറയുന്നത് ചെണ്ടമുട്ട്, അതുപോലെ തന്നെ കുഴൽ വിളി, അതൊക്കെ ജാറത്തിന്റെ അടുക്കൽക്ക് സിയാറത്തിന് പോകുമ്പോൾ അനുവദനീയാണ് എന്നാണ്. നിങ്ങളുടെ സുന്നി വോയിസിൽ ആ ഫത്വ വന്നിട്ടുണ്ട്. ഇന്ന് വരെ നിങ്ങൾ തിരുത്തിയിട്ടില്ല. ഒന്നുകിൽ തിരുത്തണം, അല്ലെങ്കിൽ തിരുത്താത്തതിന്റെ കാരണം ഇവിടെ വേങ്ങരയിൽ വന്നിട്ട് പറയണം എന്നുകൂടി ഓർമ്മപ്പെടുത്തേണ്. മമ്പർത്തങ്ങളും മുട്ടുംവിളിയുടെ ആളായിരുന്നു, കുണ്ടൂരും മുട്ടുംവിളിയുടെ ആളായിരുന്നു. കേട്ടോളിൻ, പെരുമ്പടപ്പ് പുത്തമ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കുഞ്ഞാമ്പത് മുസ്ലിയാർ ഒരിക്കൽ പറയുകയുണ്ടായി, എൻ്റെ ഉസ്താദ് റംലി തങ്ങൾക്ക് മുട്ടുംവിളി നേർച്ച വളരെ ഇഷ്ടമുള്ള ഒന്നാണ്. റംലി തങ്ങള് മൂപ്പർക്ക് മുട്ടും വിളി നേർച്ച നല്ല ഇഷ്ടമാണ്. ആരാ ഉദ്ധരിച്ചത്? പുത്തമ്പള്ളിയിലെ ശൈഖിനും അതിഷ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ മുട്ടും വിളി നേർച്ച നടത്തുക എന്ന് പറയുകയുണ്ടായി. അതുപോലെ തിരൂരങ്ങാടി കുണ്ടൂരിൽ മറപെട്ട് കിടക്കുന്ന പ്രശസ്ത വലിയായ ഒരു മഹാവ്യക്തി ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ടവർ എല്ലാ മുട്ടും വിളി നേർച്ചകൾക്കും പോകുന്ന ആളായിരുന്നു. രണ്ടാമത്തെ ആളായി. ഇവരൊക്കെ വിധി എന്താണെന്ന് പറയണം. നിങ്ങൾ പറയണത് ഇതൊക്കെ ഹറാമാന്നല്ലേ അലവി സഖാഫി? നിങ്ങൾ ഇതൊക്കെ ഹറാമാന്ന് നിങ്ങൾ പറഞ്ഞു എന്നല്ലേ പറയണത്? എന്നാ ഇവരൊക്കെ ഇതിൻ്റെ ആൾക്കാരാണ്. അതുപോലെ മമ്പുറം ഖുതുബുസ്സമാൻ സയ്യിദ് അവറുകളുടെ അടുക്കലേക്ക് അവിടുത്തെ കൊടി വാങ്ങാൻ ചെന്നപ്പോൾ അവിടുന്ന് പറയുകയുണ്ടായി, മുട്ടും വിളിയില്ലാതെ വന്നാൽ കൊടി തരില്ല. അതുപോലെ അടുത്തത് കേട്ടോ, ഒക്കെ പരിസരത്തുള്ള പ്രദേശങ്ങളാണ്. അതുപോലെ വാളക്കുളത്ത് നിന്നും മടപ്പള്ളി ശുഹദാക്കളുടെ നേർച്ചയിലേക്ക് മുട്ടും വിളിയായി പെട്ടി പോവട്ടെ എന്ന് അന്നത്തെ സമസ്ത പ്രസിഡന്റ് അബ്ദുൽ ബാരി അവറുകളോട് സമ്മതം ചോദിക്കപ്പെട്ടപ്പോൾ, നിങ്ങൾ പോയിക്കൊള്ളുക, മമ്പറത്തപ്പാപ്പാക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണത്, ഇതെല്ലാം ചരിത്രം അന്വേഷിച്ചാൽ ഏവർക്കും മനസ്സിലാക്കാവുന്നതാണ്, നിങ്ങൾ എഴുതിവിട്ടതാണ്, പറയണം വിധി. മറുപടി നോട്ട് ചെയ്ത് വെച്ചോ. ഇവരുടെയൊക്കെ വിധി എന്താ? മമ്പർത്തപ്പാപ്പ, കുണ്ടൂര്, വാളക്കുളം, അബ്ദുൽ ബാരി മുസ്ലിയാരി, മടപ്പള്ളി ശ്രോതാക്കള്, അങ്ങനെ ഇങ്ങനെ എല്ലാവരും ആ ലിസ്റ്റിലേക്കാണ് കൊണ്ടുപോയിക്കോ. തനിച്ച ഹറാമാതൊക്കെ എന്നാ അവരിതൊക്കെ ചെയ്തതാണോ? അവരുടെ വിധി എന്ത്? അപ്പൊ സഹോദരങ്ങളെ, നിങ്ങൾ ഈ സമസ്ത ഉണ്ടാക്കിയത് തന്നെ എന്തിനാണെന്നറിയോ? യാ ശൈഖ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കുന്ന ഒരു ടീമിനെ ഇവിടെ ഉണ്ടാക്കാനല്ലേ നിങ്ങൾ സമസ്ത ഉണ്ടാക്കിയത്. ഞാൻ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ ഇതും കൂടെ കേട്ടിട്ട് വേണം നിങ്ങൾ ശരിക്ക് തിരിച്ചു പോകാൻ. നിങ്ങൾ ചിന്തിക്ക്, സമസ്ത ഉണ്ടാക്കിയത് എന്തിനാ? ഇവർ പറയുന്നുണ്ട് സമസ്ത ഉണ്ടാക്കിയത് ഇവിടെ ആവേശപൂർവ്വം യാ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കുന്ന ഒരു സമൂഹത്തെ ഇവിടെ ഉണ്ടാക്കാനാണ്. എന്നിട്ടിപ്പോ 100 കൊല്ലം പണിയെടുത്തിട്ട് സമസ്ത എന്തായി? റഹ്മത്തുള്ളാഹി ഖാസിമി പറയുന്നത് സമസ്തയിലൊക്കെ ഒന്നുകിൽ വഹാബി അല്ലെങ്കിൽ സുഹാബി.
അതിലും കൂടി അതാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു വിജയായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളെന്താ ഞങ്ങളെക്കുറിച്ച് പറയല്? നിങ്ങളെന്ത് പണിയെടുത്തിട്ട് എന്താടോ, എന്താ കാര്യം? ഞങ്ങളെ മെമ്പർഷിപ്പ് ഒന്നും എടുത്തില്ലെങ്കിലും നിങ്ങളെ കോളേജിൽ വരെ പഠിപ്പിക്കുന്ന പ്രൊഫസർമാർ വരെ ഒന്നുകിൽ വഹാബി അല്ലെങ്കിൽ സുഹാബി, സുന്നി അല്ല വഹാബി അല്ലാത്ത സൈസാണ് എന്നാണ് റഹ്മത്തുള്ള ഖാസിം പറയുന്നത്. എല്ലായിടത്തും സമസ്തൻ്റെ പള്ളികളിലെ ഇമാമിങ്ങൾ, സമസ്തൻ്റെ പല കോളേജുകൾ, സമസ്തൻ്റെ മുഷാവറയിൽ വരെ ഇപ്പോൾ വഹാബി സുഹാബി ഉണ്ട് എന്നാണ്. സമസ്തൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജിഫിരിക്കോയ കുഴപ്പമില്ല, അടുത്ത പ്രസിഡന്റ് റബ്ബർ സ്റ്റാമ്പാവും, അടുത്ത പ്രസിഡന്റ് തനിച്ച വഹാബിയാവും എന്ന് പ്രവചിച്ചു കഴിഞ്ഞു നിങ്ങളെ റഹ്മത്തുള്ള ഖാസിമി മുത്തേടം. എന്തായിപ്പോ ഇപ്പൊ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ സമസ്ത ഉണ്ടാക്കിയത്. ആ സമസ്തൻ്റെ ഒരു കോലപ്പം എന്താണ്? സമസ്ത എന്ന് പറഞ്ഞാൽ എന്തോ വരക്കല് മുല്ലക്കോയ തങ്ങൾ മുതൽ ഈ ശംസുല്ലുലമ വരെ ഉള്ളവർ ഇപ്പോഴും മുഷാവറയിൽ അവർ കയറി വരുന്നുണ്ട് എന്നാണ്. എന്നിട്ട് ഇപ്പം എന്തേ ആകെ പ്രശ്നമായില്ലേ? ജിഫിരിക്കോയണ്ട് ഇറങ്ങിപ്പോയി എന്നല്ലാതെ ഒരു സമസ്തൻ്റെ വരക്കല് മുല്ലക്കോയും വരുന്നില്ല, അതുപോലെ തന്നെ ഈക്കിയും കയറി വരുന്നില്ല. എവിടെ പോയി ഇവരൊക്കെ? അതോ ഇവർക്കിപ്പോൾ വരാൻ പറ്റൂലേ? അതോ അവിടെ വല്ല മുഷാവറയും നടക്കുന്നുണ്ടോ? അവർ പോയോടത്തെ അവിടെ വല്ല മുഷാവറയും നടന്നിട്ട് അവിടുത്തെ പ്രശ്നം തീർക്കാൻ കഴിയാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരാത്തതാണോ? അതൊക്കെ ഒന്ന് പറയണങ്ങൾ. കാരണം നിങ്ങൾ പറഞ്ഞ് നാളെ മറുപടി അറിയുമ്പോൾ ഓ വഹാബികളെ മുജാഹിദുകളെ നിങ്ങളെത്ര ഗ്രൂപ്പാ, എന്നിട്ട് ഇപ്പം ഞങ്ങൾ സമസ്തയിൽ ഗ്രൂപ്പിസ് ഉണ്ട് എന്ന് പറയാനാണോ നിങ്ങൾ വരുന്നത്? അതല്ല ഞങ്ങൾ പറയണത്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുണ്ടാക്കുന്ന സംഘടനകളിലൊക്കെ ഗ്രൂപ്പിസോ ഒക്കെ ഉണ്ടാവും. അത് മുജാഹിദീങ്ങളിലും ഉണ്ട്, അത് പല ഗ്രൂപ്പുകളിലും പലയിടത്തും ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ ഇടയിൽ അത് പാടില്ലാന്ന്. കാരണം നിങ്ങളുടെ സമസ്ത ഉണ്ടാക്കുന്ന യോഗത്തിൽ ആമീൻ പറഞ്ഞത് മുത്തുനബിയാണേ. സമസ്ത രൂപീകരിക്കണ ആദ്യത്തെ യോഗത്തിൽ ആമീൻ പറഞ്ഞത് മുത്തുനബിയാ. ആരാടോ അള്ളാന്റെ റസൂലിനെ താഴ്ത്തിക്കെട്ടുന്നത്? ഏതൊരു യോഗത്തിൽ അള്ളാന്റെ റസൂൽ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ റസൂലല്ലേ ദുആ ചെയ്യുക, ബാക്കിയുള്ളവർ ആമീൻ പറയല്ലേ ചെയ്യുക അല്ലേ? നിങ്ങളുടെ സമസ്ത രൂപീകരിക്കുമ്പോൾ 1926 സമസ്തയുടെ രൂപീകരണ യോഗത്തിൽ ഈ സമസ്തയെ വിജയിപ്പിക്കണേ എന്ന് മറ്റുള്ള നേതാവ് ആമീൻ പറഞ്ഞപ്പോൾ, നേതാവ് പ്രാർത്ഥിച്ചപ്പോൾ മുത്തുനബി ഉണ്ടായിരുന്നു കൂട്ടത്തിൽ ആമീൻ പറയാനൊക്കെ ക്ലിപ്പുകളുണ്ട്, എനിക്ക് ഇടാൻ സമയമില്ലായിട്ടാണ്. അങ്ങനെ അള്ളാന്റെ റസൂല് 925 അനുവാദം കൊടുത്തില്ല. 26 വരക്കൽ മുല്ലക്കോയക്ക് അനുവാദം കൊടുത്ത് സമസ്ത ഉണ്ടാക്കിക്കോ ഞാനും വരുന്നു. അങ്ങനെ 26 കോഴിക്കോട് സമസ്ത രൂപീകരിച്ചപ്പോൾ മുത്തുനബി കയറി വന്നു. അപ്പോൾ വരക്കൽ മുല്ലക്കോയ ദുആ ചെയ്തു, മുത്തുനബി ആമീൻ പറഞ്ഞു. എടോ റസൂലുള്ള നിങ്ങളെ ദുആക്ക് ആമീൻ പറയാനുള്ള സ്ഥാനം മാത്രമേ ഉള്ളൂ? അങ്ങനെയല്ലേ നിങ്ങൾ പ്രസംഗിക്കുന്നത്? അങ്ങനെ റസൂല് ദുആ ചെയ്തിട്ടുണ്ടാക്കിയ സമസ്ത മഹാന്മാർ എപ്പോഴും ഇങ്ങനെ പാറിക്കളിച്ച് ഒരു കേസുണ്ടെങ്കിൽ വക്കീലിനോട് വരെ ഈക്കെപ്പോഴും വന്ന് കേസിൻ്റെ പോയിന്റ് പറഞ്ഞു കൊടുക്കുന്ന നിങ്ങൾ പ്രസംഗിക്കണത്. ഒരു മഹലിൽ കേസുണ്ടായാൽ ആ വക്കീലിനോട് കേസിൻ്റെ വിവരങ്ങൾ വരെ ഈക്കെ വന്നിട്ട് ഇപ്പോഴും പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്. എന്തടോ ഇപ്പോൾ പ്രശ്നം ഉണ്ടായപ്പോൾ ബഹാവുദ്ദീൻ കുരിയാട് കള്ളനാണെന്ന് ഒരാൾ, അല്ല ഉമ്മർ ഫൈസി ആ കള്ളെന്ന് വേറൊരാൾ, ജിഫിരിക്കോയ പ്രസ്താവന ഇറക്കിയത് ശരിയായില്ല എന്ന് വേറൊരാൾ, മുഷാവറയിലുള്ളത് മുഴുവനും കള്ളന്മാരാണ് എന്ന് ഉമ്മർ ഫൈസി. ആരാടോ ഇതിലെ കള്ളൻ? ആരാ ഇതിലെ കുള്ളൻ? എന്താ പങ്ങളുടെ അവസ്ഥ? എന്തേ ഇപ്പം ആരും വരാത്തത്? വരക്കൽ മുല്ലക്കോയ വരുന്നില്ല, ശംസുല്ലുലമായി വരുന്നില്ല, ആരൂപ്പങ്ങളെ മുഷാവറയിലേക്ക് വരുന്നില്ലേ? നിങ്ങൾ തമ്മിൽ അടിച്ചോട്ടെ എന്ന് തീരുമാനിച്ചിട്ടാണോ? മുത്തു മുസ്തഫ പറഞ്ഞിട്ട് രൂപീകരിച്ച് മുത്തു മുസ്തഫ ആമീൻ ചൊല്ലി പറഞ്ഞ് ആശീർവദിച്ച സമസ്തയിൽ എന്താ മുത്തു മുസ്തഫ ഇപ്പോൾ ഇടപെടാത്തത്? തല്ലിക്കോന്ന് മുത്തു മുസ്തഫ അവിടെ ഇങ്ങനെ പറയാണോ? എന്താടോ നിങ്ങളുടെ അവസ്ഥ? എവിടെ എത്തി നിങ്ങൾ മറുപടി പറയണം. നിങ്ങൾ കുറച്ച് കാലമൊന്നുമല്ല ഞങ്ങളുടെ പേരിൽ കുതിര കയറാൻ തുടങ്ങിയിട്ട്. തൗഹീദിന്റെ വക്താക്കളെ പേരിൽ നിങ്ങൾ ഇല്ലാ കഥകൾ ഒരുപാട് പറഞ്ഞുണ്ടാക്കി. ഞങ്ങളെ നിങ്ങൾ എല്ലാ നിലക്കും ഭ്രഷ്ട് കൽപ്പിച്ചു. ഞങ്ങളുടെ പാവപ്പെട്ട ആളുകളെ നിങ്ങൾ മഹല്ലുകളിൽ നിന്ന് പുറത്താക്കി. മക്ബറകൾ നിങ്ങൾ വിലങ്ങി. ഞങ്ങളുടെ പെൺമക്കൾക്ക് ഇനി നിങ്ങളെ പുതിയാപ്പളയെ കിട്ടൂല എന്ന് പ്രചരിപ്പിച്ചു, ഭീഷണിപ്പെടുത്തി. ഒരുപാട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ചെയ്തതിൻ്റെ നേർവരമ്പത്ത് നിന്നുള്ള കൂലികൾ നിങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗബ ചെയ്ത് ഈ യഥാർത്ഥമായ തൗഹീദ് എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ ജീവനായ തൗഹീദിലേക്ക്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിലേക്ക് തിരിച്ചു വന്നാൽ രക്ഷപ്പെടാൻ സാധിക്കും. അതിൻ്റെ ബാക്കി ഭാഗമാണ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂലിനെ കുറിച്ചുള്ള ശരിയായ വിശ്വാസം, അതിൽ മായം കലരാത്ത നിലക്കുള്ള വിശ്വാസം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ വിശ്വാസ വിശുദ്ധിയുള്ളവരാവുക, ശിർക്കില്ലാതെ കർമ്മ വിശുദ്ധിയുള്ളവരാവുക, ബിദ്അത്തുകളില്ലാതെ സ്വഭാവ വിശുദ്ധിയുള്ളവരാവുക, സാമ്പത്തിക വിശുദ്ധിയുള്ളവരാവുക. പലിശയുടെ കൂടാരത്തിൽ മുങ്ങിക്കിടക്കുന്ന ജനങ്ങളെ
ലോകം ഇന്ന് പലിശയുടെയും ലോണിന്റെയും സാമ്പത്തികമായ ഒരുപാട് അരാജകത്വങ്ങൾക്കും പിറകെയാണ്. ഉമ്മമാരെ ശ്രദ്ധിച്ചോളൂ. ലോൺ എടുത്തുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഭർത്താക്കന്മാരെ വരാൻ അനുവദിക്കരുത്. ലോണ് വേണ്ട നമുക്ക്, ബാങ്കിലെ പലിശ വേണ്ട നമുക്ക്, നമ്മുടെ കല്യാണങ്ങളിൽ അത്തരത്തിലുള്ള ദുരാചാരങ്ങൾ വേണ്ട, ആർഭാടങ്ങൾ വേണ്ട, പെണ്ണിനെ കൊണ്ട് തുള്ളിച്ചാടിക്കണ്ട, പല്ലക്കിൽ നമ്മുടെ മോളെ ഇറക്കി തുള്ളിച്ചാടിക്കണ്ട. ആണും പെണ്ണും കൂത്താട്ടം നടക്കുന്ന, ഡാൻസ് നടക്കുന്ന, ഗാനമേള നടത്തുന്ന, അത്തരത്തിൽ തൻ്റെ ശരീരത്തിൻ്റെ മാംസള ഭാഗങ്ങളെ മറ്റുള്ളവർക്ക് ചായം പൂശി കാണിച്ചു കൊടുക്കുന്ന അത്തരത്തിലുള്ള കല്യാണ മാമാങ്കങ്ങളെ നിങ്ങൾ ഒഴിവാക്കണം. പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ മക്കൾ അവർ ഇസ്ലാമികമായി വളരണം. നമ്മുടെ മക്കളിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും ഇല്ലാത്ത നിലക്കുള്ള കല്യാണങ്ങൾ മാത്രമേ നടത്താവൂ. ലൈംഗിക വിശുദ്ധി പാലിക്കണം. കണ്ണുകൊണ്ടരുതാത്തത് കാണരുത്, കാതുകൊണ്ടരുതാത്തത് കേൾക്കരുത്, നാവുകൊണ്ടരുതാത്തത് പറയരുത്. അവിഹിതമായ ബന്ധങ്ങളിലേക്ക് പോകാതിരിക്കാൻ നിത്യജീവിതത്തിൽ രാവിലെ ഉണർന്നെഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നത് വരെ ദിക്റുകൾ നിങ്ങൾ പതിവാക്കണം. നിങ്ങളുടെ വേഷവിധാനം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ ഭർത്താവിന് മാത്രമേ ആസ്വദിക്കുവാൻ അനുവാദമുള്ളൂ. മറ്റൊരു പുരുഷനും നിങ്ങളുടെ ശരീരത്തെ ആസ്വദിക്കുന്ന വേഷവിധാനവുമായി നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത്. മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിക്കരുത്. അമ്മായിമ്മ പോര് വേണ്ട, നാത്തൂൻ പോര് വേണ്ട, ആ വിധത്തിലുള്ള പോരുകളും മരുമക്കൾ പോരുമൊന്നും വേണ്ട. എല്ലാവർക്കും അവരവരുടേതായ അവകാശങ്ങളുണ്ട്, കടമകളുണ്ട്. അതൊക്കെ റബ്ബ് പഠിപ്പിച്ചതുപോലെ ചെയ്യണം. ഭാര്യാഭർത്താക്കൾക്കിടയിൽ വിശ്വാസ്യത തകരരുത്. ദാമ്പത്യ ബന്ധത്തിൻ്റെതായ കെട്ടുറപ്പിനെ ബാധിക്കുന്ന ഒരു സംശയങ്ങളും നിങ്ങളിൽ ഉണ്ടാവരുത്. മക്കളെ വളർത്തേണ്ട നിലക്ക് വളർത്താതെയായാൽ നാളെ പരലോകത്ത് ഈ പൊന്നുമക്കൾ തന്നെ നമുക്കെതിരെ സാക്ഷികളായി വരുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് പരലോക ബോധത്തോടെ, മരിക്കണമെന്ന ചിന്തയോടെ, ഖബറിൽ കിടന്ന് ചോദ്യത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന ചിന്തയോടെ, മഹ്ശറിൽ നന്മ-തിന്മയുടെ തുലാസിൽ തൂക്കം വരുമെന്ന ചിന്തയോടെ, നമ്മുടെ നന്മയുടെയും തിന്മയുടെയും റെക്കോർഡുകൾ നമ്മുടെ മുമ്പിൽ പകൽ വെളിച്ചം പോലെ വ്യക്തമായി ഒരു സ്ക്രീനിൽ കാണിക്കപ്പെടും പോലെ പരലോകത്ത് കാണിക്കപ്പെടുമെന്ന് ഞാൻ വഷളാകുമെന്ന ബോധത്തോടെ, വിചാരണ നടക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടാവുകയുള്ളൂ എന്ന ബോധത്തോടെ, തിന്മകളിലേക്ക് എന്നെ പ്രേരിപ്പിക്കുന്ന കൂട്ടുകാരോ കൂട്ടുകാരികളോ എനിക്ക് വക്കാലത്തേറ്റെടുക്കാൻ എൻ്റെ മരണനേരത്തോ ഖബറിലോ മഹ്ശറിലോ അവർ വരില്ലെന്ന തിരിച്ചറിവോടെ സ്വർഗത്തിലേക്ക് ഞാൻ പോകുമ്പോൾ എൻ്റെ അരിമ മക്കളും എൻ്റെ ഭാര്യയും എൻ്റെ ഭർത്താവും കുടുംബം ഒന്നിച്ചുമുണ്ടാകണമെന്ന മോഹത്തോടെ, നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന അതീവമായ മോഹത്തോടെ, പ്രാർത്ഥനയോടെ, ആ മോഹങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഉള്ളതോടൊപ്പം അതിനാവശ്യമായ കൃത്യമായ പഠനങ്ങളും അധ്യാപനങ്ങളും ആവശ്യമായ നിരക്കുള്ള ഖുർആൻ ക്ലാസ്സുകളിലൂടെ, ഹദീസ് ക്ലാസ്സുകളിലൂടെ, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ബോധവൽക്കരണത്തിലൂടെ, സമ്മേളനങ്ങളിലൂടെ, സെമിനാറുകളിലൂടെ, അതേപോലെ തന്നെ നമ്മുടെ നേർപ്പദത്തിലൂടെ, പീസ് റേഡിയോയിലൂടെ, ഒട്ടേറെ സംവിധാനങ്ങളിലൂടെ നിങ്ങൾ ഈ ദീനിൻ്റെ മഹത്വം കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് ജീവിക്കണം. അതാണ് യഥാർത്ഥത്തിലുള്ള എൻ്റെ പാത എന്ന് അള്ളാഹ് പരിചയപ്പെടുത്തിയ വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. അതിനെ മാത്രം മുറുകെ പിടിച്ചോളൂ. മറ്റുള്ള മാർഗങ്ങളെ കൈവടിഞ്ഞുകൊണ്ട് രക്ഷപ്പെടുക. റഹ്മാനായ റബ്ബ് ഇസ്ലാമിൻ്റെ ജീവനായ ഈ തൗഹീദ് എല്ലാ ഘട്ടത്തിലും പാലിച്ചുകൊണ്ട് അങ്ങനെ തന്നെ ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്തോഷത്തോടെ പറഞ്ഞു മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ, ശുഹദാക്കളുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ, നബിമാരുടെ കൂടെ സ്വർഗവേദി പങ്കിടാൻ ഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ റഹ്മാനായ റബ്ബ് നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.